Dear children, Chapter 10-ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെഷന്റെ 5th പാർട്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2015 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. The following balances are taken from the books of Mr. ബിശ്വാസ്. ബിശ്വാസിന്റെ ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ള കുറെ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ട്രയൽ ബാലൻസ് അല്ല, ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസ് ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും തിരിക്കാതെ ഇതിനകത്ത് തന്നിരിക്കുന്നതാണ്. ക്യാപിറ്റൽ നമുക്കറിയാം, എന്നിരുന്നാലും ഓരോന്ന് എവിടെയാണ് എഴുതേണ്ടത് നമുക്കറിയാം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. സ്റ്റോക്ക് ഇതെന്ന് പറയുന്നത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഫർണിച്ചർ അസറ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ, പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. ക്യാരിയേജ് ഇൻവേർഡ്സ് എന്നാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ആണ്. ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. സെയിൽസ് റിട്ടേൺ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഈ സെയിൽസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടുന്ന എമൗണ്ട് ആണിത്. ദെൻ ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 1/4/2013 ആണ്. അറ്റ് ദ റേറ്റ് 6% പെർ annum. എന്താ 6% എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റിന് 6% പലിശയും ഉണ്ട്. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്കത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതേണ്ടതാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താ നോക്കിക്കേ, ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1/4/2013 ആണ് അല്ലേ? അപ്പോൾ 1/4/2013 തൊട്ട് 31 മാർച്ച് 2014 വരെ, അപ്പോൾ അത്രയും കാലയളവിലെ 6% വെച്ച് ഇൻട്രസ്റ്റും കൂടെ കിട്ടേണ്ടതാണ്. അപ്പോൾ ഇവിടെ എങ്ങും ഇൻട്രസ്റ്റ് കിട്ടിയതായിട്ട് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താ? ആ ഇൻട്രസ്റ്റ് കിട്ടാനുള്ളതാണ് അല്ലേ? അത് നമ്മളൊരു ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ പ്രത്യേകം പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് ഇവിടെ ഇൻട്രസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അത് കിട്ടാനുള്ള എമൗണ്ട് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടതാണ്. ക്ലിയർ? ഇവിടെ ഇപ്പം 1 ഏപ്രിൽ 2013 തൊട്ട് 31 മാർച്ച് 2004 എന്ന് പറയുമ്പോൾ 1 ഇയറിലെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ 10,000 രൂപയ്ക്ക് 1 ഇയറിലെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന? റേറ്റും തന്നിട്ടുണ്ട്. 10,000 × 6% ആണ്, അപ്പോൾ 6/100. അപ്പോൾ ഒരു വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിന് കിട്ടേണ്ട തുക എന്ന് പറയുന്നത് എത്രയാണ്? 600 ആണ്. നോക്കിക്കേ, ഇവിടെ എങ്ങും അത് കിട്ടിയതായിട്ട് പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇൻട്രസ്റ്റ് അക്രൂഡ് ആണ് അല്ലേ? അതായത് ഇത് കിട്ടാനുള്ളതാണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ? ഇനി സൺട്രി ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് എഴുതേണ്ടതെന്ന് അറിയാം. ഡെറ്റേഴ്സ് അസറ്റ് ആണ്. ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ആഫ്റ്റർ മേക്കിംഗ് ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ് പ്രിപ്പയർ ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2014 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റൂടെ കൺസിഡർ ചെയ്ത ശേഷം ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഓരോന്നായിട്ട് വായിക്കുക. സ്റ്റോക്ക് ആസ് ഓൺ 31 മാർച്ച് 2014 വർത്ത് ₹20,000. ഇതെന്ത് സ്റ്റോക്കാണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ് അല്ലേ? അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കാണ്. നമുക്കറിയാം അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ അറ്റ് ദ റേറ്റ് 20%. അപ്പോൾ ഫർണിച്ചറിന് 20% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ B ആണ്. അപ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 13,000 ആണ്. 13,000 × 20/100, അപ്പോൾ 2,600 വരും. നമുക്കറിയാം ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും എഴുതണം. അതുപോലെ ബാലൻസ് ഷീറ്റിൽ ഇനി ഫർണിച്ചറിൻ്റെ വാല്യൂ കാണിക്കുമ്പോൾ ഈ 13,000-ൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. നെക്സ്റ്റ്, സി സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. സാലറി ഡ്യൂ ആണ്, അതായത് കൊടുക്കേണ്ടതാണ്, പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്നല്ലേ? അതായത് ഇനിയും സാലറി ഒരു 1000 രൂപ കൂടി കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അപ്പോൾ ഇവിടെ സാലറി ഇതുവരെ കൊടുത്ത എമൗണ്ട് ഇവിടെ കിടപ്പുണ്ട്.
സി അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ സി എന്ന് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 5700 കൂടെ ഇനി കൊടുക്കാനുള്ള 1000 കൂടി ചേർത്ത് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാനായിട്ട്. പിന്നെ ഇനി കൊടുക്കാനുള്ള ഈ സാലറി എന്ന് പറയുന്നത് എന്തുവാണ്? ലയബിലിറ്റിയാണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും വേണം. ഡി, റൈറ്റ് ഓഫ് ₹500 ആസ് ബാഡ് ഡെറ്റ് ആൻഡ് ക്രിയേറ്റ് എ റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് അറ്റ് ദ റേറ്റ് 10%. അപ്പോൾ 500 rupees ബാഡ് ഡെറ്റ് ആക്കാൻ പറഞ്ഞേക്കാണ്. അതായത് ഫർദർ ബാഡ് ഡെറ്റ്, വീണ്ടും ബാഡ് ഡെറ്റ് വന്നിരിക്കുന്ന 500. അതായത് ഈ ലെഡ്ജർ ബാലൻസ് എല്ലാം റെഡി ആക്കിയ ശേഷം വീണ്ടും ഒരു 500 രൂപയും കൂടി എന്തായിട്ടുണ്ട്? ബാഡ് ഡെറ്റ് ആയിട്ടുണ്ട് അല്ലേ? അതുപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് 10% ആണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ 1-2 ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഈ ഫർദർ ബാഡ് ഡെറ്റ് അതറിയാം, എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അതുപോലെ ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെറ്റേഴ്സിൽ നിന്നും ഡിഡക്റ്റും ചെയ്യണം. ഇനി ഈ പ്രൊവിഷൻ കാണുന്നത് എങ്ങനെയാണ്? പ്രൊവിഷൻ കാണാനായിട്ട് ഇവിടെ സൺട്രി ഡെറ്റേഴ്സിൻ്റെ 10% എടുത്താൽ തെറ്റി. എന്ത് ചെയ്യണം? ഇവിടെ സൺട്രി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് 4800 ആണ്. ഈ 4800 ഇപ്പോൾ സൺട്രി ഡെറ്റേഴ്സ് ഇല്ല. കാരണം അതിൽ 500 വീണ്ടും എന്തായി? ബാഡ് ഡെറ്റായി. അപ്പോൾ 4800 നിന്ന് ഈ 500 ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ 10% വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതാണ് റിസർവ് ഫോർ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഈ 4800 നിന്ന് 500 കുറച്ചിട്ട് അതിൻ്റെ 10%. അപ്പം 430 ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതെന്ത് ചെയ്യണം? അത് നമ്മൾ എവിടെ എഴുതണം? ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, ഇതെന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത് ന്യൂ പ്രൊവിഷനാണ്. നമ്മൾ ഫർദർ ബാഡ് ഡെറ്റ്, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രയൽ ബാലൻസിൽ ഒരു ബാഡ് ഡെറ്റ് ഉണ്ട്, ഈ 300 ബാഡ് ഡെറ്റ്. ഈ ബാഡ് ഡെറ്റിൻ്റെ കൂടെ ഈ ഫർദർ ബാഡ് ഡെറ്റ് ആഡ് ചെയ്യും. കൂടാതെ ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടി എമൗണ്ടാണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുന്നത്. പിന്നെ ഈ പ്രൊവിഷനും എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. മനസ്സിലായില്ലേ? നോക്കിക്കേ, ഇവിടെ ഹിൻഡ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ഹാസ് ടു ബി കൺസിഡേർഡ്. കണ്ടോ? ഇപ്പോൾ ഇതിനകത്ത് കിട്ടണ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, എങ്കിലും അത് ശ്രദ്ധിക്കാതെ പോയെങ്കിലും എന്ന് കരുതി ക്വസ്റ്റിനകത്തൊരു ഹിൻഡും തന്നിട്ടുണ്ട്. എന്തായി പറയുന്നത്? ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അക്രൂഡാണ്, കിട്ടാനുള്ളതാണ്, ഏൺ ചെയ്തിട്ടുള്ളതാണ്, ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. അപ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ ആൻസർ തെറ്റും. അത് ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജ് ഉൾപ്പെടെ തന്നിട്ടുണ്ട് എങ്കിൽ അവിടെ എന്തോ സംതിങ് അതിനകത്ത് കാര്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് എല്ലാം ഓരോ ഐറ്റവും എങ്ങോട്ടേക്കാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായി. ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസസ് ഉണ്ട്, ക്യാരിയേജ് ഇൻവേർഡ്സ്, അത്രയുമാണ് ഡെബിറ്റ് സൈഡ് ഐറ്റം. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിൽ നിന്ന് റിട്ടേൺസ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് 20,000. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, ക്രെഡിറ്റ് സൈഡ് ആണല്ലോ കൂടുതൽ, അതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. ദെൻ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന്മേൽ കിട്ടാനുള്ള ഈ ഇൻട്രസ്റ്റ് മാത്രമാണ്. അപ്പോൾ അത് 600. അത് നമ്മൾ ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ആണല്ലോ, ഒരു വർഷത്തെ നമ്മൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് കിട്ടാനുള്ള ഇൻകമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെന്ത് ചെയ്തു? ഈ വർഷത്തെ ഇൻകമായിട്ട് നമ്മൾ കാണിക്കുന്നു. ക്ലിയർ? ഇനി മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ലോസസും എന്ന് പറയുന്നത്, ഒന്ന് ഇൻഷുറൻസ് ഉണ്ട്, സാലറിയുടെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്ത് വേണം എമൗണ്ട് കുളത്തിലേക്ക് എഴുതാൻ. പിന്നെ ട്രേഡ് എക്സ്പെൻസ് 200 ഉണ്ട്. ബാഡ് ഡെറ്റ് ചെയ്യുമ്പോൾ ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ബാഡ് ഡെറ്റ് 300, അതിൻ്റെ കൂടെ ഫർദർ ബാഡ് ഡെറ്റ് ഈ 500 ആഡ് ചെയ്തു. ഈ പ്രൊവിഷനും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് കുളത്തിലേക്ക് എഴുതിയിരിക്കുന്നു. പിന്നെ ഡിപ്രീസിയേഷൻ, ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ 2600 ആണ്. അത്രയുമാണ് അതിൻ്റെ അകത്ത് വരുന്ന ഐറ്റംസ്. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അതിൽ നിന്ന് ബാക്കിയുള്ള ഐറ്റംസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ഡ്രോ ചെയ്യുക, അസറ്റ്സും ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്യുക. അസറ്റ് സൈഡിൽ
കിട്ടാനുള്ള ഇൻട്രസ്റ്റ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ, കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആണ്, അത് നമ്മൾ എന്തായിട്ട് കാണിക്കണം? അസറ്റായിട്ട് കാണിക്കണം. ദെൻ ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ സൺട്രി ഡെറ്ററിൽ നിന്ന് ഫർദർ ബാഡ് ഡെറ്റ് 500, ന്യൂ പ്രൊവിഷൻ 430 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആണല്ലോ, അപ്പോൾ 10,000 അതും കാണിക്കണം. ഫർണിച്ചർ, അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി 56,000 രൂപയുടെ ഉണ്ട്. ഇത്രയും അസറ്റ്സ് ആണുള്ളത്. ലയബിലിറ്റി സൈഡിൽ ഇനിയുള്ള ഔട്ട്സ്റ്റാൻഡിങ് സാലറി ലയബിലിറ്റിയാണ്, 1000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് ബാധ്യതയാണ്. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്, അതുകൊണ്ട് അത് ആഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഡ്രോയിങ്സ് ഉണ്ട്. അപ്പം ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ഷീറ്റ് ടാലി ആകും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ഷാൽ കമ്മീഷൻ പെയ്ഡ് ബൈ എ ബിസിനസ് ഇൻ അഡ്വാൻസ് ഡ്യൂറിങ് ദ ഇയർ ബി ഇൻക്ലൂഡ്? എന്താ അതിൻ്റെ അർത്ഥം? ബിസിനസ് കമ്മീഷൻ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നു. കമ്മീഷൻ പെയ്ഡ് ബൈ എ ബിസിനസ് ഇൻ അഡ്വാൻസ്, അതായത് കമ്മീഷൻ പേ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു എക്സ്പെൻസ് കൊടുക്കാനുള്ളതെന്ന് അത് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടു. അതെന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ് ആയിട്ട് ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ കൊടുക്കാനുണ്ടായിരുന്ന തുക അഡ്വാൻസ് പേ ചെയ്തു. അതെന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ് അല്ലേ, അതായത് കറണ്ട് അസറ്റിൽ വരുന്നതാണ്. ഇതിനകത്ത് ഏത് ഹെഡിലാണ് നമ്മളത് ഉൾപ്പെടുത്തേണ്ടത്? കറണ്ട് അസറ്റ് എന്നുള്ള ഹെഡിലാണ്. നെക്സ്റ്റ്, ഗിവൺ ബിലോ ഈസ് ദ ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് എ സോൾ ട്രേഡർ ആസ് ഓൺ 31 March 2014. ഒരു സോൾ ട്രേഡറുടെ ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. പ്രിപ്പയർ എ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഐറ്റംസ് എല്ലാം വായിച്ച് എങ്ങോട്ടാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ക്യാഷ് അറിയാം, അസറ്റാണ്. ബാങ്ക് ബാലൻസ് അസറ്റാണ്. ഫർണിച്ചർ അസറ്റാണ്. സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡെറ്റേഴ്സ് അസറ്റാണ്. പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. റെൻറ്റ് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? റിസീവ്ഡ് ആണോ പെയ്ഡ് ആണോ എന്ന് നോക്കിക്കുക. ക്രെഡിറ്റിലാണ് എമൗണ്ട്, അപ്പോൾ ഇത് എന്താണ്? റെൻറ്റ് റിസീവ്ഡ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ബിൽഡിംഗ് അസറ്റ് ആണ്, ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. പേയബിൾസ് ഡ്യൂറിങ് ദ ഇയർ. ഇനിയും കൊടുക്കാനുള്ള കുറച്ച് പേയബിൾസ് എന്തൊക്കെയാണ്? സാലറി ₹500, വേജസ് ₹300. അതായത് സാലറി ഇനിയും ഒരു 500 രൂപയും കൂടി കൊടുക്കാനുണ്ട്, അതുപോലെ വേജസ് ഒരു 300 രൂപയും കൊടുക്കാനുണ്ട്. നമുക്കറിയാം സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. ഇവിടെ ഓൾറെഡി കൊടുത്ത എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 4000. അതിൻ്റെ കൂടെ ഇനി കൊടുക്കാനുള്ള എമൗണ്ടും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇപ്പോൾ വേജസ് അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതുന്നത് 1000. ഇനി ഒരു 300 കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഔട്ട്സ്റ്റാൻഡിങ് വേജ് ആണ്, അതുകൂടെ ആഡ് ചെയ്തുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. പിന്നെ ഇത് രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്സ് ആണ്, അതെന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. ബി, ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് ₹500. ഈ ട്രയൽ ബാലൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷം വീണ്ടും ഒരു 500 രൂപ എന്തായിപ്പോയി? ബാഡ് ഡെറ്റ് ആയിപ്പോയി. എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെയോ ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് ഈ ഫർദർ ബാഡ് ഡെറ്റ് ഡിഡക്റ്റ് ചെയ്യണം. കാരണം ഇനി ഇതിൽ പറയുന്ന അത്രയും സൺട്രി ഡെറ്റേഴ്സ് ഇല്ല, 4500 ഇല്ല, അതിൽ 500 എന്തായിപ്പോയി? ബാഡ് ഡെറ്റായി. സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ക്യാഷ് തരും എന്നുള്ളവരല്ലേ, ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടോ. അപ്പോൾ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ട് കാണിക്കാനായിട്ട്. സി, റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ₹2000. ഇവിടെ റെൻറ്റിൻ്റെ എമൗണ്ട് 8000 കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിൽ 2000 അഡ്വാൻസ് കിട്ടിയിരിക്കുന്നതാണ്. ഈ വർഷത്തെ അല്ല, വരുന്ന വർഷത്തെ റെൻറ്റ് ഇപ്പോഴേ കിട്ടിയിരിക്കുന്നതാണ്. അപ്പം നമ്മളത് ഈ വർഷത്തെ കണക്കിൽ കാണിക്കണ്ടല്ലോ. അപ്പോൾ ഈ അഡ്വാൻസ് കിട്ടിയിരിക്കുന്ന റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. പിന്നെ ഇങ്ങനെ അഡ്വാൻസ്
ഇൻകം കിട്ടി എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ലയബിലിറ്റി ആണ് അല്ലേ? അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. ഡി, സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആൻഡ് ഓൺ 31 March 2014, അതായത് ക്ലോസിംഗ് സ്റ്റോക്കാണ് 8,000. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്, നമുക്കറിയാം. ഇനി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക, ഓരോ ഐറ്റംസ് പോസ്റ്റ് ചെയ്യുക. വേറെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസസിൽ നിന്ന് റിട്ടേൺസ് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം. വേജസ് എഴുതുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആഡ് ചെയ്യണം. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ദെൻ ടോട്ടൽ ചെയ്യുക, ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. റവന്യൂസും ഗെയിൻസും ഇവിടെ റെൻറ്റ് റിസീവ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 8,000 ആണ്. അതിൽ നിന്ന് അഡ്വാൻസ് കിട്ടിയിരിക്കുന്ന എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതിയിരിക്കുന്നു. പിന്നെ സാലറി ഉണ്ട്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആഡ് ചെയ്ത് എഴുതണം. പിന്നെ ഫർദർ ബാഡ് ഡെറ്റ്, അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇത്ര ഐറ്റംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാനുള്ളത്. ദെൻ ടോട്ടൽ ചെയ്യുക, ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് ഇവിടെയും കൂടുതൽ. ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ബാലൻസ് ഷീറ്റ് ഡ്രോ ചെയ്യുക. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ സൺഡ്രി ഡെറ്റേഴ്സ് എഴുതുമ്പോൾ മറന്നു പോകരുത്, ഈ ഫർദർ ബാഡ് ഡെറ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എഴുതാനായിട്ട്. പിന്നെ ഫർണിച്ചർ ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. അത്രയും അസറ്റ്സ് ആണുള്ളത്. ലയബിലിറ്റി സൈഡിൽ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അതേ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ വേജും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അത് രണ്ടും ലയബിലിറ്റിയാണ്. പിന്നെ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെ റിസീവ് ചെയ്ത് വെച്ചാലും അത് ബാധ്യതയാണ്, നമ്മളതിൻ്റെ ബെനിഫിറ്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ അത് ലയബിലിറ്റിയാണ്. പിന്നെ ക്യാപിറ്റലിൻ്റെ കൂടെ ഈ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ഷീറ്റ് ടാലി ആയി കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2014 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. Given below is an extract taken from the trial balance of a trader as on 31st December 2012. ഡെറ്റേഴ്സ്, ട്രയൽ ബാലൻസിൻ്റെ തന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് 9,100 ഉണ്ട്, ബാഡ് ഡെറ്റ് 1,000 ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 900, അതായത് ഓൾഡ് പ്രൊവിഷനാണ് ഇരിക്കുന്നത്. ദെൻ അഡീഷണൽ ഇൻഫോർമേഷനകത്ത് ഫർദർ ബാഡ് ഡെറ്റ് ടു ബി റിട്ടേൺ ഓഫ് ദിസ് ഇയർ വെയർ ₹100. അപ്പോൾ ഈ ഇയറിൽ വീണ്ടും ഫർദർ ബാഡ് ഡെറ്റ് എത്ര വന്നിട്ടുണ്ട്? 100 വന്നിട്ടുണ്ട്. അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത ശേഷം വീണ്ടും ഒരു 100 രൂപയും കൂടി എന്തായി? ഫർദർ ബാഡ് ഡെറ്റായി. നെക്സ്റ്റ് 10% ഈസ് റിസർവ്ഡ് ഫോർ ഫർദർ ബാഡ് ഡെറ്റ്. ഫർദർ ബാഡ് ഡെറ്റിലല്ല, സൺഡ്രി ഡെറ്റേഴ്സിന് 10% പ്രൊവിഷനും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ്, ഹൗ മച്ച് എമൗണ്ട് ഹാസ് ടു ബി ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക. അപ്പോൾ അത് നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മളിതെല്ലാം വരുന്നത്. അപ്പം ഡെബിറ്റ് സൈഡിലോട്ട് ഇപ്പോൾ ഇവിടെ ബാഡ് ഡെറ്റ് എത്രയുണ്ട്? 1,000 ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്, അത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഫർദർ ബാഡ് ഡെറ്റ് വീണ്ടും ഒരു 100 ഉണ്ട്, അപ്പോൾ അതും എഴുതി. ഇനി ഇവിടെ എന്താണ്, ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, അതായത് ന്യൂ പ്രൊവിഷനാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ 10% എന്ന് പറയുന്നുണ്ട്. സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ നേരെ 10% എടുത്താൽ തെറ്റി. കാരണം എന്താ, ഇവിടെ ഡെറ്റേഴ്സ് 9,100 ഉണ്ട്, പക്ഷേ അതിനുശേഷം വീണ്ടും ഒരു ₹100 എന്തായിപ്പോയി? ബാഡ് ഡെറ്റായി, ഫർദർ ബാഡ് ഡെറ്റായി. അപ്പോൾ ഇനി സൺഡ്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 9,000 ഉള്ളൂ. അപ്പോൾ ഈ 9,100ൽ നിന്ന് 100 കുറച്ചിട്ടുള്ള അതിൻ്റെ 10% വേണം എടുക്കാൻ. അതായത് 9,000 × 10/100, അതായത് 900 ആണ് ഏതെന്ന് പറയുന്നത്, ഈ ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്നത് 900 ആണ്. നമുക്കറിയാം ന്യൂ പ്രൊവിഷനും ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പം ബാഡ് ഡെറ്റ് ആഡ് ചെയ്തു, ഫർദർ ബാഡ് ഡെറ്റ് ആഡ് ചെയ്തു, ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്തു. ഇനി അതിൽ നിന്ന് ഈ ഓൾഡ് പ്രൊവിഷൻ, ഈ പ്രൊവിഷൻ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് ഓൾഡ് പ്രൊവിഷനാണ്. അതെപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ് അല്ലേ. അതായത് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ബാലൻസ് നീക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത് നമ്മൾ ഇത് ന്യൂ പ്രൊവിഷനാണ് കേട്ടോ, ഇത് ന്യൂ പ്രൊവിഷൻ ഈ 900. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ പറഞ്ഞാൽ ഇത്രയും ചെയ്യേണ്ട 4 മാർക്കാണ്. വളരെ സിമ്പിളാണ്, ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാഡ് ഡെറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതിപ്പോൾ 1-2 വട്ടം ചോദിച്ചു.
ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10ന് മുകളിലുള്ള വർഷത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ കണ്ടതാണ്. എല്ലാ വർഷവും 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണും. ഇത്രയുമെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പഠിച്ചെന്നാൽ എക്സാമിന്, പബ്ലിക് എക്സാമിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇവിടെ നിർത്തുകയാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.